കടമ്പഴിപ്പുറം ഗ്രാമപഞ്ചായത്തിലെ 13-ാം വാർഡിൽ സ്ഥിതി ചെയ്യുന്ന തേങ്കുളം കുടിവെള്ള പദ്ധതിയുടെ മോട്ടോർ പുരയ്ക്കകത്തെ സ്ലാബ് പൊട്ടി താഴെ ഗർത്തത്തിൽ കുട്ടി വീണു. ഫയർഫോഴ്സ് എത്തിയാണ് കുട്ടിയെ രക്ഷപ്പെടുത്തിയത്. വലിയ അത്യാഹിതം ഒഴിഞ്ഞ ആശ്വാസത്തിലാണ് ജനങ്ങൾ. അപകടാവസ്ഥയിലായ മോട്ടോർ പുരയും സമീപത്തെ വാട്ടർ ടാങ്കും പൊളിച്ചുമാറ്റണമെന്ന് ആവശ്യവുമായി BJP രംഗത്തെത്തി. ബുധനാഴ്ച കുളത്തിൽ നീന്തൽ പരിശീലനത്തിന്റെ ഭാഗമായി വന്ന കുട്ടിയാണ് വസ്ത്രം മാറുന്നതിനായി മോട്ടോർ പുരയ്ക്കകത്ത് കയറിയപ്പോൾ മോട്ടോർ പുരയുടെ നിലത്തെ സ്ലാബ് പൊട്ടി കുട്ടി താഴെ വീണത്. ഭാഗ്യം കൊണ്ടാണ് വലിയ അപകടം ഒഴിവായത്. താഴ്ചയിലകപ്പെട്ട കുട്ടിയെ ഫയർഫോഴ്സ് വന്നാണ് രക്ഷപ്പെടുത്തിയത്. സ്കൂൾ സമയങ്ങളിൽ പലപ്പോഴും വിദ്യാർത്ഥികൾ മഴയും മറ്റും വന്നാൽ വാട്ടർ ടാങ്കിന് താഴെയും മോട്ടോർ പുരയിലും നിൽക്കുന്നത് പതിവാണ്. മോട്ടോർ പുരയുടെയും വാട്ടർ ടാങ്കിന്റെയും ശോചനീയാവസ്ഥ നിരവധി തവണ അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയെങ്കിലും ഒരു നടപടിയും ഉണ്ടായില്ലെന്ന് BJP നേതാക്കൾ ആരോപിച്ചു. നിലവിൽ ഇതിലെ കുടിവെള്ള പദ്ധതി പ്രവർത്തിക്കുന്നില്ല. ഇവ പൊളിക്കുന്നതുമായി ബന്ധപ്പെട്ട് വാട്ടർ അതോറിറ്റിയോട് ചോദിക്കുമ്പോൾ പഞ്ചായത്താണെന്നും പഞ്ചായത്തിനോട് ചോദിക്കുമ്പോൾ വാട്ടർ അതോറിറ്റിയാണ് നടപടി സ്വീകരിക്കേണ്ടതെന്നുമാണ് മറുപടി ലഭിക്കുന്നതെന്ന് BJP മണ്ഡലം ജനറൽ സെക്രട്ടറി സച്ചിദാനന്ദൻ പറഞ്ഞു. സമയത്ത് പഞ്ചായത്തിന് അത് പൊളിക്കാൻ വേണ്ടിയിട്ടുള്ള പെർമിഷൻ കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് വാട്ടർ അതോറിറ്റിയുടെ ഉദ്യോഗസ്ഥർ പറയുമ്പോൾ പഞ്ചായത്തിൽ പോയി അന്വേഷിക്കുന്ന സമയത്ത് വാട്ടർ അതോറിറ്റിയാണ് അത് ചെയ്യേണ്ടത് എന്നുള്ള രീതിയിലാണ് അവരുടെ മറുപടി. ആരാണ് ഇതിന്റെ ഉത്തരവാദി എന്നുള്ളതാണ് ഇവിടുത്തെ ജനങ്ങൾക്ക് അറിയേണ്ടത്. ആര് തന്നെയായാലും ഈ കാലപ്പഴക്കം ചെന്നിട്ടുള്ള മോട്ടോർ പുരയും അതുപോലെ തന്നെ വാട്ടർ ടാങ്കും ഉടൻ പൊളിച്ചു നീക്കണം. അല്ലതല്ല എങ്കിൽ വരാൻ പോകുന്ന മഴക്കാലം അടക്കം ഉള്ള സ്ഥലത്ത് കുട്ടികളടക്കം ധാരാളം ആളുകൾ യാത്ര ചെയ്യുന്ന ഈ സമയത്ത് വലിയ ഒരു അപകടം ഉണ്ടാവാനുള്ള സാഹചര്യമുണ്ട്. കുളത്തിനു നടുവിൽ കുടിവെള്ള പദ്ധതിയുടെ കാലത്ത് കെട്ടിയ ഇടക്കെട്ടും അപകടാവസ്ഥയിലാണ്. ഇടക്കെട്ടിലെ കരിങ്കല്ലുകൾ കടർന്ന് കുളത്തിൽ വീഴുന്നതായും അത് പുതുക്കി പണിയുകയോ അല്ലെങ്കിൽ പൊളിച്ചു മാറ്റുകയോ ചെയ്യണമെന്ന് BJP പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി P. സന്തോഷും ആവശ്യപ്പെട്ടു. അധികാരികൾ നടപടി സ്വീകരിക്കാത്ത പക്ഷം സമരപരിപാടികളുമായി BJP രംഗത്തിറങ്ങുമെന്നും നേതാക്കൾ മുന്നറിയിപ്പ് നൽകി. ഈ കുളത്തിന്റെ നടുക്ക് വാട്ടർ നേരത്തെ ഇവിടെ കുടിവെള്ളം സപ്ലൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ കുളം ഡിവൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. ഈ കുളം ഇപ്പോൾ ഇവിടുന്ന് വെള്ളം പമ്പ് ചെയ്യുന്നില്ല. ആ മോട്ടോർ പുറയും മറ്റുമെല്ലാം ദ്രവിച്ച് കാലപ്പഴക്കം ചെന്ന അവസ്ഥയായിട്ടും അതിൻ്റെ കുറുകെയുള്ള ഈ ഡിവൈഡർ നിലം പൊളിഞ്ഞ് ആ കല്ലുകൾ മുഴുവൻ ആ കുളത്തിൻ്റെ നടുവിലാണ് കിടക്കുന്നത്. ഈ നീന്തൽ പഠിക്കാൻ വരുന്ന കുട്ടികൾ ആരെങ്കിലും അതിനകത്തോട്ട് ചാടി അവരുടെ മറ്റെന്തെങ്കിലും പരിക്കുകളോ എന്തെങ്കിലും സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ പ്രദേശവാസികൾ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. പഞ്ചായത്തിൽ നിരവധി തവണ ഇതിനെതിരെ പരാതി നൽകിയിട്ടും യാതൊരു നടപടികളും എടുക്കുന്നില്ല.